ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയും വലിപ്പമുണ്ട്. ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ 1-2 വേദഭാഗങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 19 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം, മറ്റൊരാൾക്ക് മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാമല്ലോ. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 19 വാക്യം. പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുള്ള നേരം വിളക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കരുതിക്കൊണ്ടാൽ നന്ന്. ഞാൻ എൻ്റെ ഒരു 2 പദപ്രയോഗം ഒന്ന് കറക്റ്റ് ചെയ്താണ് വായിച്ചത്. മലയാളം ട്രാൻസ്ലേഷനിൽ കിടക്കുന്ന ഒന്ന് കറക്റ്റ് ചെയ്താണ് വായിച്ചത്. അടുത്ത വാക്യം എടുത്ത് വേണമെങ്കിൽ വായിക്കാം. എനിക്ക് ഓൾറെഡി പറയാൻ അറിയാമെങ്കിലും അത് ഇങ്ങനെയുള്ള വചനങ്ങൾ ബൈ ഹാർട്ടാണ്. എങ്കിലും എടുത്ത് വായിക്കുന്നത് കുറച്ചുകൂടി ഉചിതമായിരിക്കുമല്ലോ. ഈ തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും ഒരു മനുഷ്യൻ്റെ സ്വയ ഇഷ്ടത്താൽ എഴുതപ്പെട്ടതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. അടുത്ത് പറഞ്ഞിരിക്കുന്നത്, പിന്നെ എങ്ങനെ എഴുതപ്പെട്ടതാണ്? ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദൈവത്തിന് സ്തോത്രം. ലോകത്ത് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകമല്ല വിശുദ്ധ ബൈബിൾ. അത് തികച്ചും വ്യത്യസ്തവും ഏകമാണ് ദൈവത്തിൻ്റെ വചനം. ഇതിനോട് തുല്യത പറയാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ലോകത്തിലില്ല. ദൈവത്തിന് സ്തോത്രം. സകല മഹാന്മാരും എഴുതിയ സകല ഗ്രന്ഥങ്ങളും മാനുഷ്യ രചനകളാണ്. അതിവിടം കൊണ്ട് അസ്തമിക്കുന്നതാണ്. എന്നാൽ ഈ തിരുവെഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ദൈവാത്മനിയോഗത്തോട് എഴുതിയ പ്രവചനങ്ങളുടെ സമാഹാരമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആകാശം മാറും, ഭൂമി മാറും, ഇതിൻ്റെ വചനങ്ങൾക്കൊരു മാറ്റവുമില്ല. ഈ ദൈവവചനത്തിനെതിരെ അനേക രാജാക്കന്മാർ, ചക്രവർത്തിമാർ അവർ തങ്ങളുടെ പടവാൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ എല്ലാം ആയുധങ്ങൾ തകർന്ന് തരിപ്പണമായതേ ഉള്ളൂ. ഇന്ന് നൂറ്റാണ്ടുകളായി ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ചില നാളുകളായിട്ട് ദൈവൻ്റെ ഹൃദയത്തിൽ നൽകിയ വ്യക്തമായ നിയോഗമനുസരിച്ച് അത് പോകുന്ന ഇടങ്ങളിൽ ഏത് വിഷയം പ്രസംഗിച്ചാലും ആ സമയത്തിൻ്റെ ഇതിൻ്റെ ലഭ്യതയനുസരിച്ച് 2 കാര്യം ഞാൻ എടുത്ത് ചില വാക്കുകളെങ്കിലും ഓർപ്പിക്കാറുണ്ട്. ആരാധന യോഗത്തിലുള്ള സമയപരിമിതി സഭാശുശ്രൂഷയിലായിരുന്നു എനിക്കറിയാം. ബഹുമാനി കർത്തദാസന് മാക്സിമം സമയം എനിക്ക് നിർമ്മിച്ചു തന്നതിൽ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്ന കർത്തദാസന് ദൈവം അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നാം എല്ലാവരും വിശ്വസിക്കുന്നു, നമ്മുടെ വീടുകളിൽ നമ്മൾ അഭിമാനത്തോടെ സൂക്ഷിക്കുന്നു, അതെ നാം കൊണ്ടു നടക്കുന്നു, നമുക്കെല്ലാം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ വചനമാണ് നമ്മെ ഉയർത്തി നമ്മെ ഇന്നയോളം ഇത്രത്തോളം നടത്തിയത്. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, 2 വിഷയമാണ് ആരംഭത്തിൽ മുഖവരിയായിട്ട് ഞാൻ ഓർപ്പിക്കുന്നത്. ഒന്ന്, ഈ പുസ്തകം മാനുഷ്യരചനയല്ല, ദൈവത്തിൻ്റെ അള്ളപ്പാടാണ്. അതിൽ നാം വായിച്ച ഭാഗത്ത് ഇങ്ങനെയാണ് വായിച്ചത്, പ്രവാചകവാക്യം മധ്യസ്ഥരമായിട്ടുണ്ട്. നേരം വിളക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഇതിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കരുതിക്കൊണ്ടാൽ നന്ന് എന്ന് പറയുമ്പോൾ, പ്രവാചകവാക്യം മധ്യസ്ഥരമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒന്നിനും സ്ഥിരതയില്ല, ഭൂമിക്ക് സ്ഥിരതയില്ല. ഭൂമ്പത്താരതിൻ്റെ അടിത്തറ ഇളകുന്നു, സൂര്യനിൽ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ലക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതെ, അങ്ങനെ ലോകത്തിൽ എവിടെ നോക്കിയാലും എല്ലായിടും വിളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ പ്രവാചകവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. ഇതിൻ്റെ എഴുത്തിനെ കുറിച്ച് വേഗതയിൽ വാക്കുകൾ ഓർപ്പിക്കേണ്ടത്. ഇന്നേക്കും 1500 വർഷം മുമ്പ് എഴുതി ആരംഭിച്ച ദീർഘമായ 1600 വർഷം കൊണ്ട് ലോകത്തിന് 12 രാജ്യങ്ങൾ എഴുതിയ 40ഓളം എഴുത്തുകാർ എഴുതിയ 66 പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തതാണല്ലോ ഈ വിശുദ്ധ തിരുവെഴുത്ത്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പോലുള്ള വാർത്താവിനിമയ സൗകര്യമിടില്ല. ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന വ്യക്തിക്കും ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന വ്യക്തിയുമായിട്ട് ആശയവിനിമയം ചെയ്യാനുള്ള ആധുനിക വാർത്താവിനിമയ സൗകര്യം ഇന്നുണ്ട്. എന്നാൽ ഈ പുസ്തകം എഴുതപ്പെട്ട കാലത്ത് അതിനുള്ള സംവിധാനം ഇല്ലാതിരിക്കുമ്പോൾ ലോകത്തിന്റെ 12 രാജ്യങ്ങൾ എഴുതിയ 40ഓളം എഴുത്തുകാർ എഴുതിയ 66 പുസ്തകങ്ങൾ, അതും ദീർഘമായ 1600 വർഷത്തിന്റെ ഇടവേള എഴുതപ്പെട്ട 66 പുസ്തകം കൊണ്ടുവന്ന് ഒന്നിച്ചു ചേർത്ത് ഒരു പുസ്തകമാക്കിയാൽ സ്വാഭാവികമായി എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്കറിയാം. എല്ലാം പരസ്പര വിരുദ്ധമായിരിക്കും, ഒന്നിനോടൊന്ന് പൊരുത്തപ്പെടത്തില്ല. എന്നാൽ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ 1-ാമത്തെ പേജ് മുതൽ ഒടുവിലത്തെ പേജ് വരെ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിഷയങ്ങളുടെ ഐക്യത,
വിഷയങ്ങളുടെ ക്രമീകരണം, പരസ്പര യോഗ്യത, കേന്ദ്ര പ്രതിവാദി വിഷയം, ഇത് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ഒറ്റയാൾ എഴുതിയ ഒരു പുസ്തകം പോലിരിക്കുകയാണ്. കാരണം ഇതിന്റെ യഥാർത്ഥ എഴുത്തുകാരൻ തൃത്വത്തിൽ മൂന്നാമനായി ദൈവത്തിന് പരിശുദ്ധാത്മാവാണ്. കാലോചിതമായി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ തിരുത്തുന്നു, കാലോചിതമായി ഭരണഘടനകൾ തിരുത്തുന്നു, കാലോചിതമായി വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും ഒരു വള്ളിയോ പുള്ളിയോ മാറ്റേണ്ട ആവശ്യമില്ലാത്ത ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ. അത് നമ്മുടെ കരങ്ങൾക്ക് ദൈവത്തിന്റെ വചനമാണ്. അതിൽ അഭിമാനമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചുഴനെ വളക്കുഴിക്കട ചുഴന സ്ഥലത്ത് സൂക്ഷിക്കാനുള്ള സഭയായി പുല്ലാട് ജംഗ്ഷനിൽ കടന്നു വന്ന് ഒരു ഓപ്പണർ മീറ്റിംഗ് നടത്തുമ്പോൾ എനിക്ക് ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലം അതിൽ ഏറ്റവും താല്പര്യമുള്ള ഒരു ശുശ്രൂഷ എന്തെന്ന് ചോദിച്ചാൽ ഓപ്പണർ മീറ്റിംഗ് പ്രസംഗിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പുല്ലാട് ജംഗ്ഷനിൽ പുല്ലാട് ജംഗ്ഷൻ ഓപ്പണർ മീറ്റിംഗ് പ്രസംഗിക്കാൻ 1.5 മണിക്കൂർ ബൈബിൾ പ്രവചനത്തിൻ്റെ അതേ നിവർത്തികളെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ സ്റ്റേജ് കൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹൈന്ദവ സ്നേഹിതം വന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതിൻ്റെ മുൻപിൽ ഞാൻ ശ്രദ്ധിപ്പാനിടയായി. യോഗമെല്ലാം കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെടും മുന്നോട്ട് വന്നിട്ട് എനിക്ക് ക്ഷയിക്കാനെന്ന് വെച്ച് പറയുക, ചർച്ചയുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നോട് പറഞ്ഞു, സത്യത്തിൽ എത്ര അതേ യാഥാർത്ഥ്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യവും വ്യക്തമായി ഈ ബൈബിളിൽ പ്രേരപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ പ്രവചനങ്ങൾ എത്ര കൃത്യതയോട് നിറവേറിക്കും ഇന്നത്തെ തലമുറയെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് ഒരു ഹൈന്ദവ സ്നേഹിതം പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നാനും ആരും അബദ്ധത്തിൽ വന്നു വിട്ടവരല്ല. ഈ ഉലകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠ പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവചനങ്ങളെ കുറിച്ച് പ്രധാനമായി 3 തിരിച്ചു പഠിക്കാൻ സാധിക്കും. ഒന്ന്, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ആഗോള വ്യാപകമായി നിറവേറ്റപ്പെട്ട പ്രവചനങ്ങൾ. 2, ഇന്ന് ലോകവ്യാപകമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ. 3, അനധിവിദൂര ഭാവിയിൽ നിറവേറാൻ പോകുന്ന സംഭവങ്ങൾ. അത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലോകത്ത് നിറവേറിയ ഒരു സംഭവങ്ങളും യാദൃച്ഛിക സംഭവമല്ല. വ്യക്തമായി ദൈവവചനത്തിന്റെ പ്രവചന നിവൃത്തിയാണെങ്കിൽ ഇന്ന് ലോകത്തിന്റെ ഒരു അറുതി മുതൽ അങ്ങേ അറുതി വരെ നിറവേറിക്കൊണ്ടിരിക്കുന്ന സർവ്വ പ്രവചനങ്ങളും ദൈവവചനത്തിന്റെ പ്രവചന നിവൃത്തിയാണെന്ന് ലോകം മുഴുവനും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് പകലിൽ ദൈവസലിക്കുന്ന ദൈവവചനത്തോടെ ഞാൻ പറയട്ടെ, അനധിവിദൂര ഭാവി നിറവേറാൻ പോകുന്ന പ്രവചനം കൃത്യതയോടെ നിറവേറുക തന്നെ ചെയ്യും. അത് മറ്റൊന്നുമല്ല നിറവേറാനുള്ളത്. കർത്താവ് നൽകിയ ശബ്ദത്തോടെ ദൈവത്തിന്റെ ഹാകളത്തോടുകൂടെ നമ്മുടെ നാഥൻ മടങ്ങി വരുന്ന ഒരു ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാ. അവൻ നമ്മെ ഉന്നത വിളിയാൽ വിളിക്കപ്പെട്ടതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിലുള്ള ഭക്തതയെ ദൈവപ്രിയ പാട്ട് പാടിയ നമ്മുടെ പ്രിയപ്പെട്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്. ഞാൻ അനേക വേദികളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പറയുമായിരുന്നു, ഉമിക്ക് കണക്ക് പറഞ്ഞ് അരി പൂച്ച കൊണ്ടുപോയി എന്ന് പറയുന്ന അവസ്ഥ വരരുത്. ആത്മീയ മണ്ഡലത്തിൽ ദൈവസന്നിധിയിൽ മറ്റുള്ളതിനെല്ലാം പിന്നതെ സ്ഥാനം പിന്നിലാണ്. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നിത്യതയിൽ പോകുവാൻ കഴിയണമെങ്കിൽ മണ്ണെപ്പതി മാണിക്യം വെടിയുവാനിടവരുത്. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ അമേരിക്കയിലോ UK-യിലോ എവിടെയൊക്കെ പൗരത്വം കിട്ടിയാലും അത് എടുത്തോണം എൻ്റെ മക്കൾ വിദേശത്ത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം മറന്നുപോകരുത്, ഇവിടുത്തെ പൗരത്വങ്ങളെല്ലാം ടെമ്പററി പൗരത്വമാണ്. ഒരു ഭക്തന്റെ പെർമനന്റ് പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ ദൈവവിശ്വാസ്യത, അതാണ് 1-ാം ഭാഗം. 2-ാം ഭാഗം, നമ്മൾ കരങ്ങളിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. ഇത് വെറുതെ തലയിണക്കീഴി വെക്കാനുള്ളൊരു സംഗതിയല്ല. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായി കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. തിരുവെഴുത്ത് എന്താണ്, എന്തല്ല, ദൈവശക്തി എന്താണ്, എന്തല്ല എന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്
ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ആഴമായ സന്ദേശം ബഹുമാനിക്കത്ത ദാസൻ പ്രിയ അലക്സ് പാസ്റ്ററുടെ അതേ പിറ്റ് പാസ്റ്ററുടെ ഓർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഓരോ കുടിലുകളും നമുക്ക് വേണ്ടിയ ദൂത് ആരിലൂടെയെങ്കിലും ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തതയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കും. ദൈവവചനത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്, ഇരുവായ്ത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിലെഴുതപ്പെട്ടിരിക്കുന്ന വചനം ചത്ത വചനമല്ല, അത് ജീവനും ചൈതന്യമുള്ള വചനമാണ്. പ്രൈസ് ദി ലോർഡ്. കുമരാട് സെൻട്രലിൽ പ്രമുഖമായ സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ആരാധന യോഗത്തിൽ നിത്യദൈവ എബ്രഹാം ആരാധനയിൽ ഇരിപ്പുണ്ട്. സങ്കീർത്തനം വായിച്ച ദൈവാത്മാവിനെ ഏൽപ്പിച്ച ദൂതാണ് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ദൈവാത്മാവിനോട് ദൂത് ഏൽപ്പിച്ചു. ഞാൻ ശക്തിയോടെ ദൂത് സംസാരിച്ചു. അപ്പോൾ ഇന്ത്യ ബൈബിൾ കോളേജ് MD പഠിക്കുന്ന ഒരു സഹോദരന് ആരാധനയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു വിഷയം കുടുംബാംഗങ്ങൾക്കല്ലാതെ സഭയിൽ ഒരു വ്യക്തിക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയത്തില്ല. ശനിയാഴ്ച ദിവസം തലേന്ന് അദ്ദേഹം പിതാവും കൂടെ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ നിസ്സഹായ അവസ്ഥ കൈമലർത്തിയ അവസ്ഥയിൽ നിരാശയോട് വന്ന് ഈ ആരാധനയിലേക്ക്. വിഷയം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് ഉറവയടഞ്ഞു. അതുകൊണ്ട് കൺപോളകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ കൃഷ്ണമനസി കൺപോള ഉരസിയിട്ട് അതികഠിനമായി വേദന. MD പഠിക്കാൻ ധാരാളം പഠിക്കുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. നിസ്സഹനായി വന്ന് ആരാധനയിക്കുമ്പോൾ ആത്മനിയോഗത്തോടെ ഞാൻ ഇങ്ങനെ ഓർപ്പിച്ചു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് എന്നത് വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജീവനും ചൈതന്യമുള്ള വചനം വിശ്വാസത്തോടെ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ നിർജ്ജീവമായ സെല്ലുകൾ മേൽ, നാടിഞ്ഞരമ്പുകൾ മേൽ, അസ്ഥികൾ മേൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിപ്പാനിടയാകും. അടഞ്ഞ ഉറവകൾ തുറക്കുവാനിടയാകും. പുനഃസൃഷ്ടി നടക്കുവാനിടയാകും. ഗ്ലോറി 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 ആ സഹോദരൻ ഇങ്ങനെ വിശ്വസിച്ച കർത്താവ്, എൻ്റെ ഒരവസ്ഥ അറിയാത്ത ദൈവത്തിൻ്റെ ദാസൻ തന്റെ വചനത്തിലൂടെ എന്നോടുള്ള ദൂത് അറിയിച്ചത്. ദൂത് കേട്ടാൽ ഏറ്റെടുത്തോണം. വിടുതല ഞാൻ എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ദൈവത്തിന് യേശുവിനെ കുറിച്ചും അറിയാം, യേശുവിനെ രുചിച്ചുള്ള അറിവുണ്ട്. പഠിച്ച അറിവും രുചിച്ച അറിവും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും മനുഷ്യന് ആവശ്യമാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് പഠിച്ച അറിവല്ല, അത് രുചിച്ചറിവാണ്. അതാണ് ദാവീദ് പറയുന്നത്: യഹോവ നല്ലവൻ, രുചിച്ചറിവീനവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാണെന്നും അവൻ മാറ്റുമാറാത്ത ദൈവമാണെന്ന് രുചിച്ചറിഞ്ഞ ഭക്തന്മാർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. ആ സഹോദരൻ്റെ രണ്ട് കണ്ണുനീർ ഉറവ തുറക്കുവാനിടയായി. കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങി. സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോൾ എഴുന്നേറ്റ് കണ്ണുനീരോട് സാക്ഷ്യം പറഞ്ഞു. ഓ, എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു. എന്നാൽ അതേ ഞാൻ ദൂത് ഏറ്റെടുത്തു. ആ സെക്കൻഡിൽ കണ്ണുനീർ ഒഴുകുവാൻ തുടങ്ങി. ഏകദേശം 14-15 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ബൈബിൾ കോളേജിൽ ആ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പാസ്സായത് അദ്ദേഹമാണ്. ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്രത്യേകിച്ച് മെസ്സേജ് കൊടുക്കുവാൻ അത് ഗ്രാജുവേഷനിൽ വത്സനെ ബ്രഹറുകൾ അദ്ദേഹത്തെയാണ് സെലക്ട് ചെയ്തത്. ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയും അതിശക്തമായി ആ ദൈവദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് 14-15 വർഷങ്ങൾക്ക് മുൻപ് തുറക്കപ്പെട്ട ഉറവ ഇന്ന് വരെ അടഞ്ഞിട്ടില്ല. ആരും അടയ്ക്കാതെ വേണം തുറക്കുകയോ ആരും തുറക്കാതെ വേണം അടയ്ക്കാൻ കഴിവുള്ള ദൈവം നമ്മുടെ ദൈവം. ഒരൊറ്റ അനുഭവങ്ങളുടെ 2 വാദ്യത പറഞ്ഞ ശേഷം വിഷയത്തിൽ കിടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എൻ്റെ മകളുടെ UK-ലാണ്. മകളുടെ രണ്ടാമത്തെ ഡെലിവറിയോട് ഞാൻ വൈഫ് UK-ൽ പോയി. ഏകദേശം 5.5 മാസം അവിടെയായിരുന്നു. ഡിസംബർ മാസം ഒടുവിൽ അയർലൻഡിലെ ഏറ്റവും വലിയൊരു ചർച്ചിൽ 20 days ഫാസ്റ്റിംഗ് പ്രയർ നടക്കുകയാണ്. അതിലൊടുവിലത്തെ 11 ദിവസം മുതൽ രാത്രിയിലും ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചുള്ളൂ. അണ്ടർതിയുടെ ആ യോഗം തീർന്ന് അണ്ടർതി കഴിഞ്ഞ് അതേ കത്രുമേശയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ സഭയുടെ പാസ്റ്റർ യുവാവിനെ വിളിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ അതികഠിനമായ നടുവേദന, അയർലൻഡിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തൊരു കുറവുമില്ല,
നാട്ടിൽ വിദഗ്ധ ചികിത്സയ്ക്ക് പോകാൻ ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വചനത്തിലൂടെ പല കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. എന്നിട്ട് ആത്മനിയോഗത്തോടെ കരമിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അടുത്ത ദിവസം ഞാൻ UK മടങ്ങിപ്പോയിരുന്നു. അതിനടുത്ത ദിവസം പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, നാട്ടിലോട്ടുള്ള യാത്ര ക്യാൻസൽ ചെയ്തു. അന്ന് രാത്രി ആ സഹോദരനെ ദൈവം സൗഖ്യമാക്കി. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്. വചനത്തെക്കുറിച്ച് പറയുന്നത് അതെ, ദൈവം തൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു. ദൈവത്തിൻ്റെ വചനം അതിവേഗം ഓടുന്നു പറഞ്ഞു. ടിക്കറ്റ് വേണ്ട, വിസ വേണ്ട, ഫ്ലൈൻ കയറേണ്ട. ഇന്ന് ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 10,000 മൈലുകൾക്കപ്പുറം നിന്റെ തലമുറയോടുള്ള ബന്ധത്തിലോ ഏതോ നിന്നെ ഭാരപ്പെടുത്തുന്ന എന്ത് വിഷയമാണെങ്കിലും ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിയിൽ 10,000 മൈലുകൾക്കപ്പുറം അതിവേഗം ഓടുന്ന വചനം അയച്ച് അവൻ തന്റെ വചനം അയച്ച് സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ വചനം മതിയായതാണ്. അടുത്ത് വായിക്കുന്നത്, അവൻ തൻ്റെ വചനം അയച്ചവയെ ഒരുക്കുന്നു. ഉരുകാത്ത ഏത്തിനെ ഉരുക്കുവാൻ ദൈവത്തിൻ്റെ വചന ശക്തിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെയും എന്നീ യഹോവയുടെ അരുളപ്പാട്. ഞങ്ങൾ ആറാട്ടുപുഴ സൂക്ഷിക്കുമ്പോൾ എൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുന്ന ചില പ്രതിസന്ധികൾ, അതേ ചില മേഖലകൾ ഉരുണ്ടു വന്നപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വചന സ്ക്രീനിൽ കാണിക്കും. ദൈവം എന്നെ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോകുന്നതിന് എൻ്റെ പേരിലുള്ള ആരോ നേരത്തെ എന്തോ പ്രതിസന്ധി കാണിച്ചു പോയതുകൊണ്ട് എനിക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ റിജക്റ്റ് ചെയ്ത ആ വിഷയം അതാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിപ്പാനിടയായി. അവിടെ വിസ ക്രമീ സഹോദരൻ പറഞ്ഞു, അവിടുത്തെ ഇമിഗ്രേഷനിലോട്ട് ഞങ്ങൾ കയറാൻ പോയി. ദുബൈയിലാണ് സംഭവം. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ വചനം എന്നോട് ഇടപെട്ട് ഞാൻ ദിവസം ആത്മനിയോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുന്ന ഏത് അന്ധകാര ശക്തിയാണെങ്കിലും ശത്രു ഏത് വന്മതിൽ തീർത്തെങ്കിലും ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തറുക ചുറ്റിക പോലെ യഹോവയുടെ അരുളപ്പാട് ഉടയ്ക്കേണ്ടതിനെ ഉടച്ചു മാറ്റി, ഉരുകേണ്ടതിനെ ഒരുക്കി മാറ്റി മുന്നോട്ടുള്ള വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിച്ച മിനിറ്റുകൾക്കുള്ളിൽ സഹോദരൻ മടങ്ങി വന്ന് പറഞ്ഞു, അതേ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ എല്ലാ പ്രശ്നവും എന്ന് പറഞ്ഞ് വിസയ്ക്ക് കൊടുത്തു. വിസ കിട്ടി. അതിനുശേഷം 2-3 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്. നമ്മുടെ ദൈവം വിശ്വസ്തനാ. ദൈവത്തിൻ്റെ കാര്യം അസാധ്യമല്ല. ആത്മനിയോഗത്തോടെ ഞാൻ പറയട്ടെ, പ്രിയ സഹോദരങ്ങളെ, യുവ സഹോദരിമാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുന്ന ഏത് അന്ധകാര ശക്തികൾ, നിങ്ങളുടെ തലമുറയുടെ വഴിയെ അടയ്ക്കുന്ന ഏത് പ്രതിസന്ധികൾ, ഏത് ദേശാധിപത്യ ശക്തികൾ, ജാതീയ ശക്തികൾ നിങ്ങൾക്കെതിരെ അടിയൊഴുക്കോ മേലൊഴുക്കോ നടത്തിയാലും ഇന്ന് പകൽക്കാലം അടിയൊഴുക്കും മേലൊഴുക്കും നേരിൽ കണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം. Glory, 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 glory. Be ba 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 shabda la ba la habda ni bamda la lauda la habda ni bamda la lauda la ba la ba la ba la ba la ba la ba. Glory, 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 glory. വചനം പറയുന്നു, അവൻ തന്റെ വചനം അയച്ച അത് വെറുതെ മടങ്ങി വരത്തില്ല. അയച്ച കാര്യം സാധിച്ച് മടങ്ങി വരത്തുള്ളൂ. ഇന്ന് ഭാരപ്പെടുന്ന എന്ത് വിഷയമാണെങ്കിലും വിശ്വാസത്തോടെ ഏറ്റെടുത്ത പ്രാർത്ഥന നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒന്ന്, ദൈവത്തിന്റെ ദൈവവിശ്വാസ്യത. അഭിമാനത്തോടെ ഏത് നിരീശ്വരവാദിയുടെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയും, ഇതുപോലെ തുല്യമായൊരു ഗ്രന്ഥം ലോകത്തിലില്ല. 2, ദൈവത്തിന്റെ ശക്തി. ഏതുരുകാത്തതിനും ഒരുക്കുവാൻ ശക്തിയുള്ളത്, ഏതുടയാത്തതിനും ഉടക്കാൻ ശക്തിയുള്ളത്, ജീവനും ചൈതന്യമുള്ള വചനം. നിർജ്ജീവമായ സെല്ലുകൾ നാടിഞ്ഞാർമേൽ അസ്ഥികൾമേൽ വിടുതൽ വ്യാപരിപ്പിച്ച നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാതെ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ഓർപ്പിക്കാറുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം ഇവിടെ നിർത്തുന്നു. അടുത്ത വിഷയത്തിലേക്ക് മടങ്ങി വരാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്ക് നേരം വിളക്കുക നക്ഷത്രോ ചെയ്യുവോളൂ ഇതിൻ്റെ സ്ഥലത്ത് പ്രകാശി വിളക്ക് പോലെ അതിന് നിങ്ങളുടെ ഹൃദയങ്ങൾ കരുതി കൊണ്ടാണെന്ന് എന്ന് പറഞ്ഞ ശേഷം നമുക്ക് അതേ പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം നമ്മുടെ വായിക്കുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. ദൈവനെ പഠിക്കുമ്പോൾ പ്രധാനമായി 4 വിധ അവസാനങ്ങളെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. 1, ജീവാവസാനം. 2, കാലാവസാനം. 3, ലോകാവസാനം. 4, സാത്താൻ്റെ അവസാനം. ഈ 4 അവസാനങ്ങളെ കുറിച്ച് ആത്മനിയോഗത്തോടെ പത്രോസ്ലീഹ ഒറ്റവാദിയിൽ പറഞ്ഞിരിക്കുകയാണ്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. 10 സുവിശേഷം 27-12 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അതെ, അത്തിയെ നോക്കി ഒരു ഓടിപ്പിയന് കൊമ്പിളതായി ഇല നടക്കുമ്പോൾ വേനലെടുത്തു എന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങളൊക്കെ അതെ കാണുമ്പോൾ അവൻ അടുക്കൽ
വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. എടുത്ത് വിടുന്ന് വായിച്ച് ശബ്ദത്തിൽ വായിച്ച് ആ ആ ഇതൊക്കെ ഈ സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങൾ പറയുന്നു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ വചനത്തിനോ മാറ്റമില്ല. ദൈവത്തിന് സ്തോത്രം. അതേക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. വിശദമായി പറയാൻ സമയമില്ലല്ലോ. ഇസ്രായേലിൻ്റെ തലപ്പിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രമെന്ന് പറയും നമുക്കറിയാം. ഇന്ത്യ മഹാരാജ്യത്തൊരു സ്റ്റേറ്റ് ആകുന്ന കേരളത്തിന് ചില ജില്ലകൾ മാത്രം ചേരുന്ന വലിപ്പമുള്ള ഇസ്രായേൽ രാഷ്ട്രം ഇന്ന് ലോകരാഷ്ട്രവും വൻശക്തിയായി മാറിയിരിക്കുകയാണ്. അതേ സക്രിയ പർവ്വതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വായിക്കുന്നു, അതേ ഇസ്രായേലിനുള്ള ബന്ധത്തിലുള്ള പ്രവാചക വാക്യം അവരെ ചുറ്റുമുള്ള സകലജാതികൾക്കും ഒരു പരിഭ്രമം മാത്രമാക്കി വയ്ക്കുമെന്നും ഭാരമുള്ള കല്ലാക്കി വയ്ക്കുമെന്നും അവരെ ചുമക്കുന്നവരൊക്കെയും മുറിവേൽക്കുമെന്നും അതെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അക്ഷരം പ്രതി ലോക സംഭവങ്ങളുമായി അതേ താരതമ്യം ചെയ്ത് പറയുവാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അതെ ആ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ആകുന്ന കേരളത്തിൻ്റെ ചില ജില്ലകൾ മാത്രം ചേരുന്ന അതെ ഇസ്രായേൽ രാഷ്ട്രം അതിവിശാലമായി കിടക്കുന്ന ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന അതെ ഇറാൻ, ഇറാഖ്, അതെ ഈജിപ്റ്റ്, സിറിയ എന്ന് വേണ്ട അതിവിശാലമായി കിടക്കുന്ന അറേബ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് തലമുഖം ചുറ്റും ഇന്ന് വരെ ഒന്നും സാധ്യമാക്കി തീർന്നിട്ടില്ല. വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കും മുടിച്ചു കളക എന്ന് അനേകം മിടുക്കന്മാർ വെല്ലുവിളി മുഴക്കിയിട്ട് ഒടുവിൽ പറഞ്ഞ വിളിയാണ് സദാം ഹുസൈൻ. അവരെല്ലാം മണ്ണോട് ചേർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വാക്ക് പറഞ്ഞാൽ മാറാത്തവനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും അവിടെ പിതാക്കന്മാർ കൊടുത്ത വാഗ്ദത്ത കനാലിൽ വാഗ്ദത്ത അത് നിവർത്തി അവരോടുള്ള ബന്ധത്തിൽ നിവർത്തിയായി കൊണ്ടിരിക്കുക. എന്നാൽ ഈ സ്ഥിതിയെല്ലാം മാറുന്നൊരു ദിവസം വരുന്നുണ്ട് കേട്ടോ. അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിന് എതിരാകുന്ന ഒരു ദിവസം വരുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കണം, അതിന് മുൻപ് നടക്കേണ്ട ഒരു സംഭവമുണ്ട്. തന്റെ കർത്താവിന്റെ മധ്യാകാശ വരും തന്റെ വിശുദ്ധന്മാരുടെ എടുക്കപ്പെടലുമാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇസ്രായേൽ ഇറാനുമായുള്ള അതേ ആ യുദ്ധം താൽക്കാലികമായി ഇവിടെ നിർത്തിയെങ്കിൽ അത് എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുള്ള ലക്ഷക്കണക്കിന് ദൈവമക്കൾ ദൈവദാസന്മാരെ ഓർത്ത് ദൈവം അല്പം എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് വിട്ടിരിക്കുക. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മളെല്ലാം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചവരാ. ഇനിയും ആ വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ടത് തികച്ചും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസമില്ല. അപ്പൊ 4 വിധ അവസാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന് ജീവാവസാനം. ഉൽപ്പത്തി പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ജീവാരംഭത്തെക്കുറിച്ചും ജീവാവസാനത്തെക്കുറിച്ചും കുറിച്ച് പഠിക്കാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വായിക്കും, യഹോവയായ ദൈവം ദാനിയേലിനോട് പറഞ്ഞു, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തിന് ഓഹരി പ്രായത്തിൽ എഴുന്നേറ്റവർ കാലങ്ങൾക്കൊരവസാനമുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതെ അവിടെ കർത്താവ് തന്നെ ശിഷ്യന്മാർ ഒലിവുമരിക്കുമ്പോൾ കർത്താവിനോട് തന്നെ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു നിന്റെ വരവിൽ ലോകാവസാനത്തിനും അടയാളമെന്ന് പറഞ്ഞു തരണം. ഈ വലിയ ചോദ്യം കർത്താവിനോട് തന്നെ ശിഷ്യന്മാർ ചോദിച്ചാൽ, കാരണം ഏത് ഉത്തരമില്ലാത്ത ചോദ്യത്തിനും തെറ്റുകൂടാത്ത ഉത്തരം നൽകാൻ ഉലകത്തിൽ ഒരുവനുണ്ടെങ്കിൽ അത് നസറേനായ യേശു അല്ലാതെ മറ്റാരുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് കൊടുത്ത മറുപടി വേറെ ചില വാചകങ്ങളിൽ മാത്രം അറിയാൻ വിടാൻ. ഒന്ന്, ജാതിയോടൊക്കെ ജാതികളോട് മറിയും. ഹഗ്ഗായി പ്രവചനത്തിൽ നമുക്കിങ്ങനെ വായിക്കുന്നു, കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ആകാശത്തിളങ്ങും അരയിളക്കും കടലിലടക്കം സർവ്വ ജാതികളെ ഇളക്കെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഭരണാധികാരികൾക്കും ലോക ജനതയ്ക്കും ഏറ്റവും കൂടുതൽ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത് ആഗോള വ്യാപകമായി ജാതിക മണ്ഡലം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിത് പല സ്ഥലത്ത് നിന്നൊക്കെ അനേക വേദികൾ പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഭയപ്പാട് പ്രവചന വിഷയങ്ങൾ പഠിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജാതിയോ സമൂഹത്തെയോ നമുക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവരോടൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. സ്നേഹിത, ഞങ്ങൾക്കൊരു മർമ്മം പറയാനുണ്ട്. അതൊരു ജാതിയോ മതത്തെയോ താഴ്ത്തിക്കെട്ടാനോ നിന്ദിക്കാനോ അല്ല. ഈ ജാതിക ലോകമെല്ലാം ഇളകി മറിയുന്നതിന്റെ പിന്നിലൊരു മർമ്മം തിരുവെഴുത്ത് പറയുന്നു. ഇതെല്ലാം ഇളകി മറിഞ്ഞുവോ, ഇതിലൊരു ദിവസം സർവ്വജാതികളെയും മനോഹര വസ്തു വെളിപ്പെടും.
ആരാണ് സകലജാതിയുടെ മനോവരവസ്തു? ഒരിക്കൽ മുൾക്കിരീടം അണിഞ്ഞ തലയിൽ പൊൻകിരീടധാരിയായി അവകാശമുള്ളവൻ, ഈ ഭൂമിയെ ഒരു തറവാടായി ഭരിപ്പാൻ യോഗ്യനായവൻ. ഇന്ത്യയിലെ ഒരു നേതാവ് പണ്ടൊരിക്കൽ പറഞ്ഞു, ലോകമേ തറവാടെന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും ഒരു തറവാടായി ഭരിക്കാൻ അവസരം ലഭിച്ചാൽ എനിക്കതിന് ചങ്കൂറ്റമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അധികം കാലം ജീവിച്ചില്ല, തട്ടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ലോകത്തെ മുഴുവനും ഒരു തറവാടായി ഭരിപ്പാൻ യോഗ്യനായ ഒരു മലയുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. അതെന്റെ വിശുദ്ധന്മാരുടെ കടന്നുപോക്ക്. അതെ, ആകാശം വരെ കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഒരു 5 കൊല്ലം അല്ല 1000 വർഷമാണ് നമ്മൾ ഈ ഭൂമിയെ വാഴാൻ പോകുന്നത്. ദൈവത്തിന്റെ വിശ്വസതയ്ക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ മഹാരാജാവ് വെളിപ്പെടാൻ സമയമായി എന്നുള്ളതാണ് ഇന്ന് ജാതിക ലോകമെളിയും അറിയുന്നതിന്റെ പിന്നിലെ രഹസ്യം. രാജ്യത്തോടൊപ്പം ക്ഷാമമുണ്ടാകും, ഭൂകമ്പങ്ങളുണ്ടാകും, പകർച്ചവ്യാധികളുണ്ടാകും. ഓരോ പദം വിശദീകരിക്കേണ്ട, പക്ഷേ സമയം എടുക്കുന്നില്ല. ഭൂകമ്പം ഉണ്ടാകും. അത് യശയാപ്രവചനം 24 ഒന്നുമുള്ള വാക്യം വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് ഒന്ന് ഉറങ്ങാവൂ. എന്താ അവിടെ വിളത്തിരിക്കുന്നതിന്റെ പ്രസക്തമായി ഞാൻ വേഗം പറഞ്ഞു വിടാം. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യമാക്കി കീഴ്മേൽ മറിക്കും, അതിൽ നിവാസികളെ ചെതറിക്കും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കടം കൊടുക്കുന്നവരും കടം വാങ്ങുന്നവരും പലിശ കൊടുക്കുന്നവരും പലിശ വാങ്ങുന്നവരും ഒരുപോലെ ഭവിക്കും. ഒരുത്തനും ഇടത്തില്ല. എത്ര ഉന്നതനാണെങ്കിലും നീ ഇടത്തില്ല. കാരണം ഉന്നതന്മാർക്ക് മീതെ ഒരു അത്യുന്നതനുണ്ട്. എത്ര ശക്തനാണെങ്കിലും ഇടത്തില്ല. കാരണം ശക്തന്മാർക്ക് മീതെ ഒരു സർവശക്തനുണ്ട്. അവനൊപ്പം പറവാൻ ഒരാളുമില്ല. അവനെപ്പോലെ ആരാധ്യനായ ഉലകത്തിൽ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതേ ഭൂകമ്പത്താൽ യഹോവയായ ദൈവന്റെ കൈവിരലുകൾ ഭൂമിക്ക് അടിത്തറയിട്ടെങ്കിൽ അവന്റെ അടിത്തറയിട്ടവന്റെ കയ്യാലിന്റെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. യശയാപ്രവചനം 24 അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അതേ ഭൂമി പൊടിവിടപ്പെട്ടും കിടുകിടക്കിടങ്ങും മത്തനെ പോലെ ചാഞ്ചാട് കാവൽമാടമോടി ആടിപ്പോകും. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യമാക്കി കീഴ്മേൽ മറിക്കുന്ന തുടക്കം ഓർക്കുക. കോടി ഞാൻ വിദേശത്ത് പോയി കണ്ടപ്പോൾ അതിമനോഹരമായ ബിൽഡിങ്ങുകളും എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ വചനം എൻ്റെ സ്ഥിതി കടന്നു വന്നത്, യഹോവയായി ദൈവം ഭൂമിയുടെ അടിത്തറ ഇളക്കിക്കൊണ്ടിരിക്കുക പല രാജ്യങ്ങളിലും. ഇതിനേക്കാൾ വലിയ ഇളക്കം ലോകത്ത് നടക്കാൻ പോകുക. ഈ 2000 തന്നെ എത്ര വലിയ അതിഭയങ്കരമായ ഭൂകമ്പങ്ങളെ നമ്മുടെ കണ്ണ് കാണേണ്ടി വരും എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ലോകത്തിന് മനുഷ്യന് നിരാശയുടെ പരിഭ്രമം ഉണ്ടാകും. എന്നാൽ പ്രത്യാശയുള്ള ദൈവത്തിന്റെ അകത്ത് പ്രത്യാശ വർദ്ധിക്കും. കാരണം ഇവിടുത്തേതിനെല്ലാം ഇളക്കം തട്ടുമ്പോൾ ഇളക്കമില്ലാത്തത് സ്ഥാപിക്കപ്പെടുവാൻ സമയമായി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതിൻ്റെ എല്ലാം കാരണം 24 അധ്യായം പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ അവർ പ്രമാണത്തെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി ഇതിൽ പാർക്കുന്ന ശിക്ഷ അനുഭവം. അടുത്ത വാക്യം വായിക്കുന്നത്, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ധാർമ്മികവും സാൻമാർഗികമായ അധപ്പതമാണ് ഈ സകല ദുരന്തങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ആകാശത്തിന് ശക്തി ഇളകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനോരമയിൽ ഒരു 10 വർഷത്തിന് മുമ്പ് വന്ന ഒരു വാർത്ത ഇതാണ്. അതേ, സൂര്യനിൽ നിന്ന് സുനാമി പുറപ്പെട്ടു കഴിഞ്ഞു. അതിനടുത്ത ദിവസം മനോരമയിൽ വന്ന വാർത്തയാണ്, അതിന്റെ ഫലമായി മേഘസ്ഫോടനം എന്ന ഭീകരമായ ലോകത്ത് പെയ്യും. സൂര്യനിൽ നിന്ന് സുനാമി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു പ്രവചന നിവർത്തിയാണ് നടന്നത്. ലൂക്കോസ് 21:25 വാക്യം വായിക്കുമ്പോൾ, സൂര്യനിലും ചന്ദ്രങ്ങളിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും. എത്ര കൃത്യതയോടെ നിറവേറിക്കുന്നത്. എന്നെപ്പോലുള്ള സുവിശേഷകന്മാർ പറഞ്ഞാൽ വിശ്വസിക്കാത്തവർക്ക് ലോകത്തിലെ അമേരിക്കയോടൊപ്പം ലോകരാഷ്ട്രങ്ങളുടെ സകല പ്രകൃതിശാസ്ത്രജ്ഞന്മാരും വ്യക്തമായി ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. ആകാശത്തിന്റെ ശക്തി ഇളകിക്കൊണ്ടിരിക്കുന്നു. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നു. ഓ ഹല്ലേലൂയ! എത്ര കൃത്യതയോടെയാണ് ദൈവവചനത്തിന്റെ പ്രവചനം നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം കൊടുത്ത മേഘസ്ഫോടന ഭീകരമഴ എന്ന് പറഞ്ഞാൽ ഈ 10 കൊല്ലത്തിലും അതേ ഹൂസ്റ്റൺ തുടങ്ങി അതേ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾ, ലോകരാജ്യങ്ങളിൽ, അറേബ്യൻ രാജ്യങ്ങളിൽ, കേരളത്തിലുൾപ്പെടെ നടന്ന മേഘസ്ഫോടനം എന്ന ഭീകരമഴയാണ് സകല പ്രളയങ്ങൾക്കും കാരണമായി തീർന്നത്. ഇന്നേക്ക് ചില മാസങ്ങൾക്ക് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നത് ഈ പ്രതിഭാസം കുറയാൻ പോകുന്നില്ല. ഓരോ വർഷം കഴിയുന്നോറും വർദ്ധിച്ചു വരത്തതേ ഉള്ളൂ. എന്താണെന്ന് വ്യക്തമാക്കുന്നത്, ആകാശത്തെ വലം കൈയാൽ വിരിച്ചവന്റെ കൈയാൽ ഈ ആകാശ
ആകാശം കൊടുമെഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തി എഴിയും, ഭൂമിയല്ല പണികളും വെന്തു പോകും. മൂലപദാർത്ഥം കണ്ടുപിടിക്കപ്പെടുന്നതിന് മുൻപേ കടൽ മുക്കുവൻ പത്രോസ് ആത്മനിയോഗത്തോട് പറഞ്ഞ വചനം നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ സകല ഗതികൾക്കും കാരണമെന്താ? ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അധാർമ്മികതയാണ്. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 വാക്യം വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യ സ്വസ്നേഹികളെതിരെ വ്യാഗ്രഹവും അൻപറിയുന്നവരും അഹങ്കാരികൾ ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കേട്ടവരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതന്മാരും സൽഗുണദോഷികളുമായിരിക്കും. അതിൽ ഓരോ പദം വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇവരാരും അധികം മുഴുക്കത്തില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആദ്യ സെന്റൻസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹങ്ങളുമായിരിക്കും. പണത്തിനു വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാത്ത തലമുറ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അന്ത്യകാലം ആരംഭിച്ച പെന്തക്കോസ്ത് നമ്മൾ വന്നിരിക്കുന്ന അന്ത്യകാലത്തിന്റെ അന്തിമ പീരീഡില്ല. അപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായം പറയുമ്പോൾ അന്ത്യകാലത്ത് ആഗോള നടക്കുന്ന കച്ചവട ചരക്കുകളെ ലിസ്റ്റ് അവിടെ പറയുന്നു. കൂട്ടത്തിൽ ലാസ്റ്റ് 2 കാര്യം പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ മാനുഷ്യ പ്രാണനും മാനുഷ്യ ദേഹവും കച്ചവട ചരക്കായി മാറും. ഒരു കാലത്ത് വായിക്കുന്നു ഇതുപോലെ അബദ്ധം എഴുതി വെച്ച പുസ്തകം വേറെ ഇല്ലെന്ന്. കാരണം മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ കൊണ്ട് ഒഴിച്ചിടാനേ കൊള്ളാവൂ. എന്നാൽ ഇന്ന് അതല്ല. കഴുത്ത് കേട്ടിരിക്കുന്ന ആഭരണത്തെക്കാൾ ഇന്ന് കേരളത്തിലുൾപ്പെടെ ഇന്ത്യയുടെ പല പട്ടണങ്ങളുൾപ്പെടെ ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിലും അപ്രതീക്ഷിതമായി യുവതി യുവാക്കന്മാരെ കാണാനില്ല, കുഞ്ഞുങ്ങളെ കാണാനില്ല എന്ന് പറയുന്നത് പല സംഭവങ്ങളോടെ ചേർത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആ ഭാഗത്തോടെ ഇറക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം പിന്നെ ചില അധോലോക സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. അതെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കണ്ണ് കൃഷ്ണ അതേ കിഡ്നിയും ഹാർട്ടും ലിവറും കുടലും അങ്ങനെ മനുഷ്യൻ്റെ അവയവങ്ങളെല്ലാം വേർപെടുത്തി തന്നെ പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ള ജീവികളുടെ അവയവങ്ങൾ കച്ചവട ചരക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗം നിവർത്തി മനുഷ്യപ്രാണനും മനുഷ്യദേഹവും കച്ചവടരാകും. അതിൻ്റെ 2-ാം ഭാഗം നിവർത്തി നടത്തിയാമോ? ചില ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് 10,000-കണക്കിന് യുവതികളെ ചില സമ്പന്ന രാജ്യങ്ങളിൽ കയറ്റിവിട്ട് നടക്കുന്ന അധാർമിക മ്ലേച്ഛതകളാണ് അതിൻ്റെ 2-ാം ഭാഗം. ഇങ്ങനെ അത് ലോകം മുന്നോട്ട് പോകുകയാണെങ്കിൽ സോദോമിനെ ന്യായം വിധിച്ച ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കാതെ പോകത്തില്ല. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവാവസാനം, കാലാവസാനം, ലോകാവസാനം. വെളിപ്പാട് പുസ്തകത്തിൽ മനുഷ്യന്റെ അതേ അക്രമത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന സാത്താന്റെ അവസാനത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ഇതിലൊരു ദിവസം നമ്മുടെ കർത്താവ് മടങ്ങി വരും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സംഭവം കാണാൻ പോകുന്നത് കർത്താവ് ഗംഭീരനാഥ ശബ്ദം ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ ലോകത്തിന്റെ ഒരു അറുതി മുതൽ അങ്ങേ അറുതി വരെ മരിച്ചുപോയ സകല വിശുദ്ധന്മാര് ഹാബേൽ തുടങ്ങി സകല വിശുദ്ധന്മാരും തേജസ്സേറിശ ഉയർക്കും ജീവനൊഴിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് കോടാനുകോടി വിശുദ്ധന്മാർ നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെടും. ഓ ഏറ്റവും വേഗതയിൽ പോകുന്ന പേടകത്തെ പോയാലും മാസങ്ങൾ എടുക്കും അവിടെ ചെല്ലാൻ. എന്നാൽ 50 കുരുതിയത് വായിക്കുന്നത്. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ കാഹളം ഒരുക്കി മരിച്ചവർ രക്ഷരായൊരുക്കി ജീവനൊരു രൂപാന്തരം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ, ഓ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അതെ 1000 ആളുകളെ തണ്ടി നമ്മുടെ അരിമനാഥന്റെ അടുക്കിലേക്ക് കടന്നു പോകും. ഏറ്റവും വലിയ സമ്മേളന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ മലയാളി കോൺഫറൻസ് എന്നല്ല ഏറ്റവും വലിയ സമ്മേളനം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മേളനം നടക്കാൻ പോകുന്നത് കർത്താവിന്റെ വിശുദ്ധമാണ് ചേർന്നുള്ള മധ്യാകാശ സമ്മേളനം. ആ സമ്മേളന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. ആ സമ്മേളനത്തിൻ്റെ 2-3 പ്രത്യേകത ഞാൻ പറയാം. ഒന്ന്, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുടെ സംയുക്ത സമ്മേളനമാണ്. ഞാൻ വളകുളത്ത് സൂക്ഷിച്ചപ്പോൾ ഞാൻ ഒരു ആരാധന പറയുവാനുണ്ട്. ഈ സഭയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയവരും മറ്റ് സ്റ്റേറ്റിൽ പോയവരും എല്ലാം കൂടെ ഒരു പ്രാവശ്യം ലീവിന് വരികയാണെങ്കിൽ അവരെല്ലാം കൂടെ ചേർന്ന് സംയുക്ത ആരാധന സ്വർഗത്തിയിരിക്കുന്ന പ്രതീതിയാണ്. ഒരു ലോക്കൽ സഭയിലുള്ള എല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്ന അത്ര സന്തോഷമാണെങ്കിൽ, ഓ ഹാബേൽ തുടങ്ങി മരിച്ചുപോയ പഴയ നിയമ പുതിയ വിശുദ്ധന്മാർ കോടാനുകോടി വിശുദ്ധന്മാർ ചേർന്നുള്ള ആ സംയുക്ത സമ്മേളനം എത്ര മനോഹരമാണ്. അതിൻ്റെ 2ാമത്തെ പ്രത്യേകത, അമ്മയെ വിട്ടക്കര നാട്ടിൽ പ്രത്യാശയോടെ പോരില്ല നമുക്കിവിടെ കാണാം. ഏറ്റവും വലിയ പ്രത്യേകത, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ
ക്രിസ്തു തൻ്റെ ചങ്കര ചോരയാൽ വീണ്ടെടുത്ത ആ പ്രാണനാഥനെ വചനമാകുന്ന കണ്ണാടിയിലൂടെ ഇന്ന് നമുക്ക് കടമഴിയായി കാണുന്നെങ്കിൽ താമസമില്ല നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണാൻ പോകുകയാണ്. അവനൊപ്പം പറവാൻ ഒരാളുമില്ല. അവനെപ്പോലെ ആരാധ്യനായ ഉലകത്തിലാരില്ല. 10,000 സുന്ദരനായ കർത്താവിനെ നാം മുഖാമുഖമായി കാണും. കർത്താവ് നമ്മ കണ്ണുനീരെല്ലാം തുടയ്ക്കും. നോഹയുടെ കാലം പോലെ തന്നെ കർത്താവിൻ്റെ വരവ് നടക്കാൻ പോകുകയാണ്. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്: ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ജസ്റ്റ് 2-3 വരികൾ ഒരു പാട്ട് പഠിക്കൽ നമുക്ക് ഒരുമിച്ച് പാടാം. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, ആ ലോകരാജ്യം വേഗമീത അഗമിക്കാം. ഓ ഈ ലോകരാജ്യം അസ്തമിക്കാറ്, ആ ലോകരാജ്യം വേഗമീത. ഓ പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാവനമായി ജീവിക്കുന്ന പാവനെ തീർത്തിടും, പാവനമായി ജീവിക്കുന്ന പാവനെ തീർത്തിടുമേ. വീണ്ടെടുക്കപ്പെട്ടാകൂട വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ. വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. ഉന്നത വിളിക്കോ യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറണേ. ഉന്നത വിളിക്കോ യോഗ്യരെ, വിളിച്ച എന്റെ സന്നിധിയിൽ നിന്നു മാറണം. ഓ മന്നിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം, മന്നിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം ഉന്നതന്റെ വന്യപാതയെന്നു മുന്നായി വന്നിടാൻ, ഉന്നതന്റെ വന്യപാതയെന്നു മുന്നായി വന്നിടാൻ. വീണ്ടെടുക്കപ്പെട്ട ഓ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. വീണ്ടെടുക്കപ്പെട്ടാകൂടാമേ. ഓ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. ഓ ഈ ലോകരാജ്യം അസ്തമിക്കാറാ, ആലോ ലോകരാജ്യമേകവിധ ആഗമിക്കാറാ. ഓ ഈ ലോകരാജ്യം അസ്തമിക്കാറാ. ഹല്ലേലൂയ. ഓ പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു തന്റെ, പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു താൻ, പാവനമായി ജീവിക്കുന്ന പാവനെ തീർത്തിടും, പാവനമായി ജീവിക്കുന്ന പാവനെ തീർത്തിടും. വീണ്ടെടുക്കപ്പെട്ടാകൂട്ടാമേ. ഓ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ. വേഗമുണർന്നു രക്ഷകൻ